വളരെയധികം വിദ്യാർത്ഥികൾ തൊഴിൽ മേഖലയായിട്ട് ഇന്ന് ചൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പലരും ഇത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സാധ്യതകൾ, ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സ് ചൂസ് ചെയ്താൽ ഇവർക്ക് ഏതൊക്കെ ഫീൽഡുകളിലേക്ക് ജോബിന് പോകാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണ് ജോബിലേക്ക് പോകുന്നതെങ്കിൽ ഏതൊക്കെ പൊസിഷൻസിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാലറി ഗ്രോത്ത് എങ്ങനെയാണ്, ഫ്യൂച്ചർ ഗ്രോത്ത് എങ്ങനെയാണ്, എബ്രോഡ് ഇതിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാതാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ ഇത് ചൂസ് ചെയ്യുന്നത്. അതായത് കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ ജോലി കിട്ടും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു ഫീൽഡ് കരിയറായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു കോഴ്സ്, ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നല്ല, നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് നമുക്കൊരു ജോബിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മീൻസ് ആ കോഴ്സ് സാധ്യതയുള്ളതാണോ, ഞാനിപ്പം വെറുതെ ഫീസ് അടച്ചിട്ട് കാര്യമുണ്ട്, ഫീസ് അടച്ചത് പഠിച്ചാൽ ഫ്യൂച്ചറിൽ എനിക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ, ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണോ, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ സർട്ടിഫിക്കേഷൻ, ഇന്നൊരു സർട്ടിഫിക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യണോ, അപ്പോൾ അങ്ങനത്തെ കാര്യം ഇതിനകത്ത് എന്തൊക്കെ, ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ടോ, എന്തൊക്കെ ആയിരിക്കാം ആ സ്കിൽസ്, എങ്ങനെയാണ് നമ്മുടെ സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ തരാനായിട്ട് നമ്മളുടെ കൂടെ ഉള്ളത് ഈ ഒരു ഫീൽഡിൽ തന്നെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് നീതു മാം നമ്മുടെ കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ HRD ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന അനുജ മാം ഉണ്ട്. അതേപോലെ കരിയർ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ബിനീഷ് സാറുണ്ട്. അപ്പോൾ ഇവരായിരിക്കും നമുക്ക് ഇതിന് വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നത്. കുറച്ച് വർഷങ്ങളായി നമ്മുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ പലതരം കോളേജുകളിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ട്, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെ ജോലികളാണ് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ കോഴ്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള താല്പര്യമുണ്ട്. മിസ്സിന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ടൊന്ന് മൊത്തത്തിൽ ഹോസ്പിറ്റൽ കൺസിഡർ ചെയ്യുക. അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സെക്കൻഡ് വൺ നോൺ മെഡിക്കൽ ആൻഡ് ദ തേർഡ് വൺ ഈസ് സപ്പോർട്ടീവ്. ഈ സെക്കൻഡ് വൺ, അതായത് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഹോസ്പിറ്റലാണ്. അപ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആൾ മൊത്തത്തിൽ ഈ ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കും. മിസ്, ഇപ്പോൾ ഓവറോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാനേജ്മെൻറ്റിൽ ഏതൊക്കെ സെക്ഷനിലായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് പ്രൊഫഷണൽ വൈസ് ജോബ്സ് കിട്ടുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നോൺ മെഡിക്കൽ ആയിട്ടുള്ള ഏതൊക്കെ സെക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എൻട്രി ചെയ്യുന്ന മുതൽ നമ്മൾ ഡിസ്ചാർജ്, അതായത് ഇറങ്ങുന്ന വരെയുള്ള എല്ലാ മാനേജ്മെൻറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് തന്നെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് ജോലി സാധ്യതകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ MRT ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. പേഷ്യൻസിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ PRO ഡിപ്പാർട്ട്മെൻറ്റ്, PRO സെക്ഷനിലോട്ട് പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് നമുക്ക് ഒരുപാട് ചാൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, HR, ക്വാളിറ്റി, അങ്ങനെ പല മാനേജ്മെൻറ്റ് മേഖലയിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ജോലി സാധ്യതയ്ക്ക് വളരെയധികം സാധ്യതയുണ്ട്. മാം, ഇന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു കരിയർ അഡ്വാൻറ്റേജ്, നമ്മൾ എടുത്തു പറയാൻ സാധിക്കുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇതൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം സർവീസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ ഒരു മേഖലയിലോട്ട് വരാൻ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ സാലറിയാണ്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറിയും കൂടും. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ജോബ് സെക്യൂർ ആവുക, സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ സാർ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് കോവിഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരുപാട് ഇൻഡസ്ട്രിയിലെ ജോബ് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ളൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ തന്നെയാണ്. നമുക്കൊരു ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർക്ക് തീർച്ചയായും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഒരുപാട് ചാൻസസും ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്.
തീർച്ചയായും അത് വളരെ ശരിയാണ്. ബിക്കോസ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഇപ്പോൾ ഈ ഒരു നിലയിൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്നാൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചുറ്റിലും കുറേ അധികം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, റീഹാബിറ്റേഷൻ സെൻറ്റേഴ്സ്, കൗൺസിലിംഗ് സെൻറ്റർ, അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങൾ വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഇൻഷുറൻസ് കമ്പനികൾ, ഡയഗ്നോസ്റ്റിക്സ് സെൻ്ററുകൾ, റീഹാബിറ്റേഷൻ സെൻ്ററുകൾ, ഫാർമസ്യൂട്ടിക്കൽ, ഇതെല്ലാം ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അതുകൊണ്ട് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി എന്നും ഒരു ഗ്രോ ചെയ്യുന്ന ഒരു സെക്ടറായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹെൽത്ത് കെയർ സെക്ടറിൽ ഗ്രോത്ത്, അല്ലേ? തീർച്ചയായും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. മെയിനായിട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻസിന് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അവർ നല്ല ഗ്രോ ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിരിക്കും ചൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പുറമെ തന്നെ കാണാൻ പറ്റും പുതിയതായിട്ടുള്ള കുറേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, റീഹാബിറ്റേഷൻ സെൻറ്റേഴ്സ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, അങ്ങനെയുള്ള കുറേ ഇപ്പോൾ നമ്മുടെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കമ്പനീസ് അല്ലെങ്കിൽ കുറേ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ വേക്കൻസീസ്, ജോബ് ഓപ്പർച്യൂണിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നതാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഗ്രോത്ത് എന്ന് പറയുന്നത്. സർ, ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ ഗേൾസിനാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കണ്ടുവരുന്നത് ബോയ്സിനേക്കാളും. അത് വാസ്തവമുള്ള കാര്യമാണ്? ഇല്ല, അതിൻ്റെ അകത്ത് വസ്തുതയൊന്നുമില്ല. കാരണം നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എല്ലാവരും വിചാരിക്കുന്നത് ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ ജോലിക്ക് പോകാമെന്നുള്ളതാണ്. അങ്ങനെയല്ല ശരിക്കും. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അക്കൗണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ PRO, അതുപോലെ മാർക്കറ്റിംഗ്, ഇൻഷുറൻസ്, അങ്ങനെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കി കാണുമ്പോൾ അതിന് ഗേൾസിനും ബോയ്സിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ശരിക്കും ഫേക്ക് ആയിട്ടുള്ളൊരു ധാരണ മാത്രമാണ്. പിന്നെ നമുക്കറിയാം ബോയ്സിനെ, ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഓപ്പർച്യൂണിറ്റി ബോയ്സിനാണ്. ശരിക്കും പറഞ്ഞാൽ പുറത്തേക്കൊക്കെയുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ബോയ്സിനാണ്. എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റുന്നത് ബോയ്സിനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി തന്നെയാണുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു വൺ ഓഫ് ദ ഹയസ്റ്റ് പ്രൊഫൈലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. സോ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഒരു സ്കിൽസ് അല്ലെങ്കിൽ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കും? അപ്പം നമ്മുടെ സ്കില്ലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും എന്താണ് നിങ്ങളുടെ സ്കിൽ എന്ന് ചോദിക്കുമ്പോൾ മെയിനായിട്ട് പറയുന്ന കാര്യമാണ് ലീഡർഷിപ്പ്, മോട്ടിവേഷൻ എന്നുള്ള കാര്യങ്ങൾ. അത് എല്ലാവർക്കും വേണ്ട സ്കില്ല് തന്നെയാണ്. പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ കണക്കാക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സ്കില്ല് മാത്രമല്ല വേണ്ടത്, കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് ഇൻഡസ്ട്രി നോളജ് തന്നെയാണ്. ഇൻഡസ്ട്രീനെ പറ്റി ഡീപ്പായിട്ടുള്ള നോളജ് അദ്ദേഹത്തിന് വേണം. അതിന് വേണ്ടത് നമ്മുടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആവുക എന്നുള്ളതാണ്. അപ്പം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഏറ്റവും വേണ്ട ഒരു മെയിൻ സ്കില്ലാണ്. പിന്നെ ക്രിട്ടിക്കൽ ഡിസിഷൻ മേക്കർ ആയിരിക്കണം. അതായത് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിലോട്ട് വന്നു എന്ന് വരുമ്പോൾ മെയിനായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മാറണം. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആ ഡിസിഷൻ കൊണ്ടുവന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് മെയിൻലി ഈ പറയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. മോട്ടിവേറ്റ് ചെയ്യുക ആൾക്കാരെ, അവിടെയുള്ള സ്റ്റാഫുകളെ മറ്റുമായിട്ട് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ ഈ പറയുന്ന എത്തിക്കൽ ജഡ്ജ്മെൻറ്റ്, ഒരു വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരാളെയും ഒന്നിൻ്റെയും പേരിൽ വേർതിരിച്ച് കാണാതെ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ട്. അപ്പം സ്കില്ലിൽ പെടുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രി നോളജ് തന്നെയാണ്. പിന്നെ പോളിസി മേക്കിംഗ്, അതായത് ഒരു മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള റൂൾസ്, ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് പോലെയുള്ള കാര്യങ്ങൾ വേണം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മുന്നിട്ട്, അതായത് ശരിയായ രീതിയിലുള്ള പോളിസീസ് ഫോം ചെയ്യുക അല്ലെങ്കിൽ റൂൾസ് ഫോം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ തന്നെയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് വരുന്ന മാനേജ്മെൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഒരു ഹോസ്പിറ്റലിൻ്റെ മെയിൻ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്ത സ്റ്റുഡൻസിന് ഏതൊക്കെ പ്രൊഫൈലിലായിരിക്കും തിരഞ്ഞെടുക്കാൻ പറ്റുക? നമുക്കൊരു ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അഡ്മിൻ അസിസ്റ്റൻറ്റ്, ഇൻഷുറൻസ് അസിസ്റ്റൻറ്റ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, HR മാനേജർ, ക്വാളിറ്റി മാനേജർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഇങ്ങനെയൊക്കെ ഒരു ലെവലിലുള്ള പ്രൊഫൈൽസിലേക്ക് നമ്മുടെ കാൻഡിഡേറ്റ്സിന് കയറാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഡാറ്റാബേസ് കുറച്ച് പ്രൊഫൈൽസ് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഷൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ പ്രൊഫൈൽസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഹെൽത്ത്.
ഇൻഡസ്ട്രി. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ഫ്രഷർ ആയിട്ടുള്ള സ്റ്റുഡൻസിന് എത്രയായിരിക്കും ആദ്യമൊക്കെ സാലറി കിട്ടുക? നമ്മൾ സാലറിയിലേക്ക് പോകുന്നേക്കാൾ മുമ്പ് ഒരു കാര്യമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻസ് ഇപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാലറി എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, നമുക്ക് നോളജ് ഉണ്ടോ, ഇതിനേക്കാൾ ഉപരിയായിട്ട് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സാലറി എക്സ്പെക്റ്റേഷൻ, എന്താണ് ഹൈ സാലറി എക്സ്പെക്റ്റേഷൻ ആണ് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുക. അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽസിന് അത് ഏത് ഇൻഡസ്ട്രി ആയാലും അവർക്ക് വേണ്ടത് കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും. അപ്പം നമ്മളിവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് പോകുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ ലെവലിലുള്ള ജോബ്സ് എന്തായാലും കിട്ടും, നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ സാലറി എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും എൻട്രി ലെവൽ ജോബ്സിൽ വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ റേഞ്ചിലുള്ള ഒരു സാലറി കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സാലറി റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഹൈ എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് നമുക്ക് സാലറി, ആ എക്സ്പെക്റ്റഡ് സാലറിക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അതിന് നമ്മളൊരു കുറച്ചൊരു ക്ഷമയോട് കൂടി ഒരു 3 months 6 months എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും നമ്മളൊരു കമ്പനിയിൽ, അത് ഹോസ്പിറ്റൽസിലായാലും ഏതെങ്കിലും ഇൻഡസ്ട്രിയിലായാലും അറ്റ്ലീസ്റ്റ് ഒരു 1 year എങ്കിലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് അവരുദ്ദേശിക്കുന്ന സാലറിക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ സാറിപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് എൻട്രി ലെവലിൽ ഒരു ജോബ്സിന് ശരിക്കും ഒരു 10,000 തൊട്ട് 20,000 വരെയുള്ള ഒരു ജോബ് സാലറി പാക്കേജ് കിട്ടും. ഇങ്ങനെയാണ് മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാലറി റേഞ്ച്. സാർ, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള എബ്രോഡിലുള്ള നമ്മുടെ ചാൻസസും കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സെക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റി പുറത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ സാലറിയുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരു ഫ്രഷറിനെ അറിയാമല്ലോ. ഇപ്പോൾ നമുക്ക് ഫ്രഷറായിട്ട് പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് സാലറിയൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലത് ഇന്ത്യയിൽ ഒരു 1 year എങ്കിലും എക്സ്പീരിയൻസ് ആയവർ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹൈ ലെവൽ സാലറി അവർക്ക് പ്രതീക്ഷിക്കാം. അല്ലേ? തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്, അതിപ്പോൾ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബേസ് ചെയ്ത് പോകുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന അങ്ങനെ തന്നെയാണ്. ഒരു മിനിമം 1 year ഒക്കെ ഇന്ത്യയിൽ നിന്ന് വർക്ക് ചെയ്യും. പിന്നീട് എന്തായാലും തീർച്ചയായിട്ടും അവർ പുറത്തേക്കായിരിക്കും അവർ പോകാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റിലും കുറേയധികം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണാം. അപ്പോൾ 5 സ്റ്റുഡൻസ് 5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയാണെങ്കിൽ 5 സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ചായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നുണ്ടാവും. അപ്പോൾ നോർമലി എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ കുട്ടികളും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഏതാണ് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്? ഇനി ഒരു കോഴ്സ് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണോ വേണ്ടത്? ഈ നിലയിൽ കുട്ടികളെല്ലാം നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന് എങ്ങനെയാണ് ഒരു വാലിഡ്, അതുമല്ല ഈ സർട്ടിഫിക്കറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോ, എങ്ങനെയാണ് അതിൻ്റെ സാറിൻ്റെ ഒരു അഭിപ്രായം? സർട്ടിഫിക്കറ്റിന് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റുഡൻസിനെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അതായത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ്. അല്ലാതെ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് വേണം, അതായത് UK ബേസ്ഡ് സർട്ടിഫിക്കറ്റ് വേണം, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വേണം, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വേണം, അങ്ങനെയൊന്നുമില്ല. സ്റ്റുഡൻസ് അത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുക. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ ആ സ്റ്റുഡൻറ്റിന് അതിന് വേണ്ട സ്കില്ലുണ്ടോ എന്നുള്ളതാണ് അവർ കൂടുതൽ നോക്കുക. അപ്പോൾ അതിന് വേണ്ട ആൾ ആക്റ്റീവാണോ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അതേ നോളേജ് ഉണ്ടോ എന്നൊക്കെയാണ് കൂടുതലും അവർ നോക്കുന്നത്. അല്ലാതെ സർട്ടിഫിക്കറ്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ അയാളെ ശരിക്കും ഡെവലപ്പ് ചെയ്യുക, അതായത് അയാളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, അയാൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെ കുറിച്ച് നോളേജ് കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സർവീസ് സെക്ടറാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല് അവനുണ്ടോ. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് പറ്റിയ ആ ഒരു സിറ്റുവേഷന് ആപ്റ്റ് ആയിട്ടുള്ള ആളാണോ എന്നൊക്കെയാണ് അവർ നോക്കുന്നത്. അല്ലാതെ സർട്ടിഫിക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവൻ്റെ കരിയർ ഡെവലപ്പ് ആവുള്ളൂ, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവനെ കൺഫ്യൂഷൻ ആക്കി വിടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. അതിനൊരിക്കലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. സർട്ടിഫിക്കറ്റിന് എത്രയൊക്കെ ഉള്ള ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. സോ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് വരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് കണ്ടൻസ് ഉണ്ടാവുക, ഏതൊക്കെയാണ് മോഡ്യൂൾസ് ഉണ്ടായിരിക്കുക? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടി നമ്മൾ ക്ലാസ് എടുക്കാൻ, അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് യു നോ അബൌട്ട് ദ ഹോസ്പിറ്റൽ.
പലർക്കും അതിനുള്ള ഒരു ഉത്തരവില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ക്ലാസ്സിലോട്ട് കടക്കുക. എന്താണ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ബേസിക്സ് ഓഫ് ദ ഹോസ്പിറ്റൽ സെക്ടേഴ്സ്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുക. അതായത് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലോട്ട് കടക്കാറ്. അപ്പം മാനേജ്മെൻറ്റ് തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. അപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള എച്ച് ആർ മാനേജ്മെൻറ്റ് പഠിപ്പിക്കും, പിന്നെ മാർക്കറ്റിംഗ്, ഹൗ ടു മാർക്കറ്റ് എ ഹോസ്പിറ്റൽ പഠിപ്പിക്കും. ഇനി ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി പറയാറുണ്ട്. പിന്നെ മെറ്റീരിയൽസ് ഹാൻഡിൽ, അതായത് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവിടെ വേണ്ടി വരും. അതായത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എച്ച് ആറിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ല ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന മെറ്റീരിയൽസ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, അപ്പം ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ പേഷ്യൻസ് ആണ്. അപ്പോൾ പേഷ്യൻസിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് പറയാറുണ്ട്. പിന്നെ പേഷ്യൻസും പബ്ലിക്കുമായിട്ട് തമ്മിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, അതെങ്ങനെയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുപോകാം, ഹോസ്പിറ്റൽ എങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. കൂട്ടത്തിൽ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ബിസിനസ്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാം എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ മാനേജ്മെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽ ബൈ ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും സർവീസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന ബിസിനസ്സും കൂടെ മുന്നിൽ കാണണം. ഒരു ഹോസ്പിറ്റലിൽ ഒരു ബിസിനസ് പരമായിട്ട് നമ്മൾ കാണണം. പക്ഷേ നമ്മൾ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ സിലബസ് മൊത്തത്തിലേ പറയുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാറുള്ളത്. ശരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുക്കാനായിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സിന് +2 തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പക്ഷേ ഒരു ജോബിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ +2 വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ജോലികളിൽ ഒരു ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലോവർ ലെവൽ എൻട്രി ലെവൽ ജോബ്സ് തന്നെയായിരിക്കും. ശരിക്കും അങ്ങനെയുള്ള +2 എടുക്കുന്ന കുട്ടികൾ ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ജോബ്. പക്ഷേ കാര്യം എന്താ വെച്ചാൽ ഒരു ഈ +2 എടുത്തിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ഒരു കുട്ടി അതിനോട് ഡിസ്റ്റൻസ് എങ്ങാനായിട്ട് ഒരു ഡിഗ്രി എങ്ങാനും എടുക്കുകയാണെങ്കിൽ ഇവരുടെ കോഴ്സ് ഇത്ര ഡ്യൂറേഷൻ കഴിയുകയും ചെയ്യും. ഒരു പ്ലേസ്മെൻറ്റ്സ് കിട്ടി അവരവിടെ ജോലിക്ക് കയറുന്നു. പക്ഷെ അതിനോട് ഒപ്പം തന്നെ അവർ ഡിഗ്രിയും കൂടെ പോകും. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാലയളവിൽ അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന കാലയളവിൽ ഇവർ ഇത്രയും വർക്ക് എക്സ്പീരിയൻസും കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു പ്രൊമോഷൻ ലെവലിലേക്ക് കുറച്ച് നല്ല രീതിയിൽ ഹയർ ലെവലിലേക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട് ഈ ഡിഗ്രി ഒരു ഡിപ്ലോമ അപ്പോഴേക്കും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാകുമ്പോൾ എങ്ങനെയായാലും ഡെഫിനറ്റ്ലി നല്ലൊരു പ്രൊഫൈലിലേക്ക് അവർക്ക് ഈസിലി എത്താൻ പറ്റും. ഇപ്പോൾ +2 തന്നെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അവരവരുടെ ഡിഗ്രിയും കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ബൈ സൈഡ് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് എന്തൊക്കെ അഡ്വൈസാണ് കൊടുക്കാൻ സാധിക്കുന്നത്? മെയിനായിട്ട് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസസ് ആണോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ പ്രാക്ടിക്കലി ഇവരൊരു ജോബിന് പോകുമ്പോൾ അവരെങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യേണ്ടത്, ഏതൊക്കെ വർക്ക്സിൽ എൻഗേജ്ഡ് ആവണം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിലബസ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണോ, ഇങ്ങനെയെല്ലാം ഉണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ. അത് നമ്മൾ മെയിനായിട്ട് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ പിന്നെ വേണ്ടത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു സബ്ജക്റ്റ് നോളേജ് മാത്രം വെച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിക്ക് അല്ല ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഹോസ്പിറ്റൽസ് നല്ല ഏത് ഓർഗനൈസേഷനിലായിരിക്കും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അങ്ങനെയെല്ലാം ഒന്നും കൂടെ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മെയിൻ വേറൊരു കാര്യമാണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അപ്പോൾ ഒരു ജോബിന് പോകുമ്പോൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസിലൊക്കെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വരുന്ന പേഷ്യൻസ് ആയാലും കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസസ് ഉണ്ടോ, പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ പറയുന്ന കുറച്ച് പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുന്ന
കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മെയിൻ റോളിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ക്ലാസ്സസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ ആദ്യയുടെ ട്രെയിനിങ് സെക്ഷൻ വളരെ വ്യത്യസ്തപ്പെട്ടതാണ്. അതിൽ നമ്മൾ സ്റ്റുഡൻസിനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലാസ്സുകളിലോട്ട് ഇരുത്തുന്ന രീതിയല്ല, അവരെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ സാധ്യതകൾ, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് അവരെ ബാച്ചിലോട്ട് നമ്മൾ മാറ്റാറുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ടോപ്പിക്സിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ ക്ലിനിക്കൽ ഏരിയാസിലും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിയോളജി പോലെയുള്ള, അനാട്ടമി പോലെയുള്ള സബ്ജക്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രാക്ടിക്കൽ നോളേജിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം തിയററ്റിക്കലായിട്ട് അല്ലെങ്കിൽ സിലബസ് കണ്ടൻസ് മാത്രം ഉൾപ്പെടുത്താതെ കൂടുതൽ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്ന പ്രകൃത ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, അതായത് പോയിന്റ്സ് നോട്ട് ചെയ്ത് അതുപോലെ വന്ന് ക്ലാസ്സിൽ പറയുക ഇങ്ങനെയുള്ള രീതി അല്ലാതെ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാച്ചുകളിലോട്ട് മാറ്റാറുള്ളത്. പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വേണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ പറയുന്ന IV സെക്ഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ഇൻഡസ്ട്രിയൽ വിസിറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുപ്രകാരം നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡുമാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ ഈ സ്റ്റുഡൻസുമായിട്ട് നല്ല രീതിയിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന വഴി അവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവും. പിന്നീട് അത് അവരുടെ ഫ്യൂച്ചർ വർക്കിലോട്ട് അവർ ചെല്ലുമ്പോൾ അത് നല്ല രീതിയിലായിട്ട് ഉപകാരപ്പെടുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയാണ് പ്രാക്ടിക്കൽ സെക്ഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലാതെ നമുക്ക് മറ്റ് പല കാര്യങ്ങളിലും ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ഇപ്പം എടുത്തു പറയാൻ സാധിക്കുന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റുഡൻറ്റ് ജോബിന് കയറുമ്പോൾ ഹയർ അതോറിറ്റീസുമായിട്ടോ അല്ല മറ്റ് കസ്റ്റമേഴ്സുമായിട്ടോ ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമ്മൾ മന്ത്ലി വൈസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പേർട്സിനെ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് അതിനുവേണ്ടി തന്നെ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. കൈസർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനുവേണ്ടിയുള്ളൊരു വേദിയാണ് ഈ കൈസർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ജോബിന് പോകുമ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് റോള് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഒരു പേപ്പർ പ്രസൻറ്റേഷൻ നടത്തേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പലരുമായിട്ട് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ആ സമയത്ത് ഒരു ഷൈ മാറി കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു ജ്വാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടിട്ട് അതൊരു ട്രെയിനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് പല കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യാനും അതുവഴി അവരുടെ ഒരു ഷൈ മാറി കിട്ടാനും അവരൊന്ന് മെച്ചുവേർഡ് ആവാൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു ട്രെയിനിങ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഈ ജ്വാല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കൂടാതെ ഫ്യൂച്ചറിൽ സ്റ്റുഡൻസിന് അക്കൗണ്ട്സിലും അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ വർക്ക് ചെയ്യേണ്ട ഇത് വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ടാലി, സാപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് തന്നെ ഇപ്പോൾ പല സ്റ്റുഡൻസിനും ഇപ്പം ഓൾമോസ്റ്റ് സ്റ്റുഡൻസിനും ടാലിയുടെയോ അല്ലെങ്കിൽ സാപ്പിൻ്റെയോ അല്ലെങ്കിൽ അക്കൗണ്ട്സിൻ്റെ ഒന്നും ബേസിക് അറിയണമെന്നില്ല. അപ്പോൾ അവർ നമ്മൾ ബേസിക് അക്കൗണ്ട്സ് മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് ടാലിയിലേക്ക് പോവുക. ടാലിയും SAP നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം സാപ്പിൻ്റെ SAPയുടെ ഓതറൈസ്ഡ് സർട്ടിഫിക്കേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാലി ആയാലും നമ്മൾ ബേസിക് നോളേജ് എന്താണ് മാനുവലി നമ്മൾ അക്കൗണ്ടിങ് പഠിപ്പിച്ച് അതിൽ പെർഫെക്ഷൻ കണ്ടെത്തിയാൽ മാത്രമേ നമ്മൾ ആ സ്റ്റുഡൻറ്റിനെ സോഫ്റ്റ്വെയറിലേക്ക് കടത്തുള്ളൂ. കാരണം ഇത് കഴിഞ്ഞാൽ അവർ ജോബിലേക്കാണ് കയറുന്നത്. ഇതിനപ്പുറം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ട്രെയിനിങ് കിട്ടാനില്ല. അപ്പം അത് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ഒരു എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ കോഴ്സിനോടൊപ്പം തന്നെ നമ്മളത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ SAP ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും SAP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ഒരുപാട് എമൗണ്ടും അതിനുവേണ്ടി
സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല, ഈ കോഴ്സിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഈ കോഴ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലേസ്മെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു ഇൻഡസ്ട്രിയിൽ കോൺടാക്റ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർ സ്വയം ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ് വിങ്ങിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിലേക്കും നമുക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എത്തിക്കാനായിട്ട് പറ്റും. അതുവഴി സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും നമ്മുടെ സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു പ്ലേസ്മെൻറ്റ് വിങ്ങിൻ്റെ നമ്മുടെ പ്ലേസ്മെൻറ്റ് വിങ്ങിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ആക്ച്വലി ഒരു പ്ലേസ്മെൻറ്റ് വിങ്ങിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഡേറ്റ കിട്ടും. നമ്മൾ നല്ല രീതിയിൽ അവർക്ക് ജോബിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഒരു ഇൻ്റർവ്യൂവിൽ എത്തിക്കും നമ്മൾ. പക്ഷേ അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിലേക്ക് ഈ സ്റ്റുഡൻസ് എത്തണമെങ്കിൽ അതിൽ ആദ്യം തന്നെ അവർക്ക് ഒരു ഗ്രൂമിങ് നമ്മൾ കൊടുക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഗ്രൂമിങ് നമ്മൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഗ്രൂമിങ് നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക് CV പ്രിപ്പറേഷൻ ഉണ്ട്, അവർക്ക് ബേസിക് ഗ്രൂമിങ് ഉണ്ട്, ബേസിക്കായിട്ട് അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അപ്പോൾ അതിൽ തന്നെ ആദ്യത്തെ CV പ്രിപ്പറേഷനാണ്. അപ്പോൾ CV പ്രിപ്പറേഷനിൽ വരുമ്പോൾ എന്തൊക്കെ കണ്ടൻറ്റ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ വേണ്ട, എന്തൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കണ്ടൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അവരെ അവിടെ തന്നെ ക്ലാസ് റൂംസിൽ തന്നെ അവരെ കൊണ്ട് CV പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ്. സോ ഇപ്പോൾ CV കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഒരു ബേസിക് ഗ്രൂമിങ് ആണ്. ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെ അപ്പിയറൻസ് വേണം, എങ്ങനെ എന്തൊക്കെ മാനറിസം കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയുള്ളൊരു ബേസിക് ഗ്രൂമിങ് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വേണ്ടതാണ് കോമൺ ആയിട്ട് അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ്റർവ്യൂവിന് കോമൺ ആയിട്ട് എപ്പോഴും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അവർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ ആൻസേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കും. സോ അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ മോൾഡ് ചെയ്തിട്ട് അത് പ്രസൻറ്റ് ചെയ്യും. സോ അപ്പോൾ ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% അവർ ഇൻ്റർവ്യൂവിന് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വേണ്ടത് അതും കൂടെ കഴിഞ്ഞ് ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ നിങ്ങളെക്കുറിച്ചെന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിലെന്തൊക്കെ പോയിന്റ്സ് നമ്മൾ ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും കണ്ടൻറ്റ്സ് വെച്ചിട്ട് അവരെ നമ്മളൊരു സെൽഫ് ഗ്രൂം ചെയ്യിക്കുകയാണ്. സോ അപ്പോൾ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അവർ ഇൻ്റർവ്യൂവിന് ആപ്റ്റായി. ഇനിയിപ്പോൾ ഈ ഒരു എല്ലാ സെഷൻസും കഴിഞ്ഞ് അവരൊരു നല്ല റെസ്യൂം പ്രിപ്പയർ ചെയ്തു, അവർ ബേസിക് ആയിട്ടുള്ള മാനറിസം കീപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻസ് അറിയാം, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റുഡൻസ് നല്ലൊരു പ്രൊഫൈലിൽ ജോലി എങ്ങനെയായാലും സെലക്ട് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് ആദ്യം സ്പെഷ്യലായിട്ട് ഈ കുട്ടികളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നിട്ട് അപ്പോൾ എങ്ങനെയായാലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ജോലി ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. അത്രയും വരെ നമ്മൾ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പാർട്ടിയെ നമ്മൾ എത്തിക്കുന്നുണ്ട്.